ഹലോ. അപ്പോൾ ശ്രീനാഥ് ബാസി പിന്നെയും തെറി വിളിച്ച് പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇന്ത്യയിലെങ്ങും അല്ല, അങ്ങ് വിദേശത്ത് അയർലൻഡിൽ പോയാണ് തെറി വിളിച്ചിരിക്കുന്നത്. അയർലൻഡിലെ ഒരു സംഗീത പരിപാടിക്കിടെ അത് കാണാൻ വന്ന ആരെയൊക്കെ തെറി വിളിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീനാഥ് ബാസി കയറിപ്പോയിരിക്കുന്നത്. ഇത് ഇന്നലെയൊന്നും അല്ല, ഏകദേശം ഒരാഴ്ചത്തോളം ആയ ഒരു സംഭവമാണ്. അപ്പോൾ ശ്രീനാഥ് ബാസി തെറി വിളിക്കുന്നതും തെറി വിളിച്ചിട്ട് എയറിൽ പോകുന്നതും പ്രശ്നമാകുന്നതൊന്നും പുതിയൊരു കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിലല്ലാത്തതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നിയമ നടപടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ശ്രീനാഥ് ബാസി പലതവണയാണ് ഇത് ചെയ്തത്. ഒന്ന് RJ വിവേകുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ, റെഡ് FM ഇന്റർവ്യൂവിൽ തെറികൾ പറഞ്ഞു. ഈ സംഭവം ശബ്ദം കൊണ്ടുണ്ടായ ഗുണം ഒരു പോസിറ്റീവ് നെഗറ്റീവ് തിങ്ക് അബൌട്ട് യു. എന്ത് ഉണ്ടാക്കാം പരിപാടി കാണിക്കല്ലേ, നീ മറ്റേത് പാടിച്ചില്ല ഞാൻ അതിനുശേഷം വീണയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ തെറി പറഞ്ഞു. വീണയുമായിട്ടുള്ള തെറി പറച്ചിൽ കുറച്ച് കൂടുതലായിപ്പോയി. എന്ന് വെച്ചാൽ വിവേകിനെ പറഞ്ഞ പോലെ ഒന്നും തെറി പറഞ്ഞില്ല, പക്ഷേ ഇവിടെ സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ളൊരു ചാർജും കൂടെ വരും. സ്ത്രീകളെ തെറി പറഞ്ഞാൽ ആ ചാർജ് വരാൻ വളരെ എളുപ്പമാണ്. അതും പറഞ്ഞത് മറ്റേ ഇംഗ്ലീഷിലെ F വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം മൂന്നാമതാര് അങ്ങനെ ഞാൻ പേര് പറഞ്ഞു തരട്ടെ. എത്ര നാളായി ജോലി എടുക്കണ? 2-3 വർഷമായി. 2-3 വർഷമായിട്ടും ബെറ്റർ ആവാൻ തോന്നുന്നില്ല ചോദ്യങ്ങള്. എന്നാ ഞാനിട്ട് പോയിക്കോട്ടെ. I don't want to do an interview like this. Don't ask me to rank. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ അയർലൻഡിൽ പോയി തെറി വിളിച്ച് ഇപ്പോൾ എയറിലായിരിക്കുന്നത്. വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുറേ ട്രോളുകൾ വന്ന് കുറേ വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് കുറേ അധികം വന്നിട്ടുണ്ട്. ആ തെറിവിളി വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ പ്ലേ ചെയ്യാം. ത്രൂ ഔട്ട് ബീപ് ബീപ് ശബ്ദം മാത്രമേ നിങ്ങൾക്ക് കേൾക്കൂ. അതിനുശേഷം നമുക്ക് ആ വീഡിയോ പറ്റി ഒന്ന് സംസാരിക്കാം. That really affected me, just to let you know. Okay, that's so cool, bro. If you're here, this and all that, go do that at your house and shit. അപ്പോൾ തെറിവിളിക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി ഒന്നും അല്ല ശ്രീനാഥ് ബാസി. ഇവിടെ തന്നെ ഈ തെറിവിളിയെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇത് എന്തുകൊണ്ടാണ് തെറി വിളിച്ചത്, ശ്രീനാഥ് ബാസിയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം വെറുതെ അങ്ങ് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ പെരുമാറ്റം, മറ്റൊരാളോടുള്ള പെരുമാറ്റം അയാളുടെ പെരുമാറ്റം അനുസരിച്ച് കൂടി ഇരിക്കും. അതായത് അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതിന് റെസ്പോണ്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ ശ്രീനാഥ് ബാസിക്ക് ഒരു ചീത്തക്കുട്ടി എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ശ്രീനാഥ് ബാസി എന്ന പേര് കേട്ടപ്പോൾ തന്നെ അയാളുടെ ഭാഗത്താണ് കുറ്റം എന്ന് തീരുമാനിച്ചത്. എന്നാൽ ആരാധകരെ തെറിവിളിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയോ ആദ്യത്തെ താരമൊന്നുമല്ല ശ്രീനാഥ് ബാസി. അതുപോലെ തന്നെ ഈ ആരാധകർ അല്ലെങ്കിൽ ഇവരെയൊക്കെ കാണാൻ വരുന്നവർ, പ്രോഗ്രാം കാണാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ കാണാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഫംഗ്ഷനിൽ വെച്ച് ഈ താരങ്ങളെ കാണുന്നവരായിരിക്കും. അവരും അത്ര മോശമൊന്നുമല്ല. അതിനുള്ള ചില ഇൻസിഡൻസ്, ചില കാര്യങ്ങൾ, ചില മുൻപ് നടത്തിയിട്ടുള്ള സംഭവങ്ങളുടെ ചില വീഡിയോസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തീർത്തത് ഞാൻ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എന്നപ്പോൾ എൻ്റെ ചെവിയിൽ ചീത്ത പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ നാദിഷ, മമ്മൂക്ക, ടൊവിനോ തോമസ് ഇവർക്കൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിൽ മമ്മൂക്കയെ ഒരാൾ തൊട്ടതേ ഉള്ളൂ. അദ്ദേഹം ക്ഷുഭിതനായി അയാളെ തിരിച്ച് ആക്രമിക്കുകയാണ്. ഈ തൊടുന്നതിനുള്ള പ്രശ്നം വെച്ചാൽ ഒരാളുടെ ഇന്റിമേറ്റ് സ്പേസ് ആണ് ഒരാളുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഇന്റിമേറ്റ് സ്പേസിലേക്ക് കടന്നു കയറാൻ മറ്റൊരു വ്യക്തിക്ക് അനുവാദമില്ല. അല്ലെങ്കിൽ അയാൾ അനുവാദം കൊടുത്താൽ മാത്രമേ, പെർമിഷൻ കൊടുത്താൽ മാത്രമേ ആ ഇന്റിമേറ്റ് സ്പേസിലേക്ക് കയറാൻ പറ്റൂ. ഇപ്പോൾ നടിമാരെയൊക്കെ ചെന്ന് ചിലർ തോളിൽ കൈയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർ നോർമലി നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ചിലർക്ക് ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വന്നാലും അവരെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ദേഹത്ത് മാത്രമേ കൈവയ്ക്കൂ, അല്ലെങ്കിൽ അവരുടെ തോളിൽ കൈയിട്ട് മാത്രമേ ഫോട്ടോ എടുക്കൂ. അല്ലെങ്കിൽ നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരാളെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുക, അയാളെ പോയി കെട്ടിപ്പിടിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് ഇവിടെ നാദിഷയ്ക്കാണെങ്കിൽ ദുബായി പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഒരു ഷോ കാണാൻ വന്ന ഒരാൾ തെറി പറയുകയാണ് ചെയ്തത്. നാദിഷ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് വേറെന്തോ കാര്യത്തിനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞു. അതിന് അയാളെ തെറി പറയുകയാണ് ചെയ്തത്. ടൊവിനോയ്ക്കാണെങ്കിൽ ഒരാൾ പിന്നിൽ നിന്ന് വന്ന് നുള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അതിനാണ് ടൊവിനോ അയാളെ തെറി പറയുന്നത്. അതുപോലെ കുറേ ഇൻസിഡൻസ് ടൊവിനോയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. മുൻപ് പണ്ട് കാലങ്ങളിൽ
നസീർ സാറിനെതിരെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് അന്ന് ലാലേട്ടൻ സെറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം ക്ഷുഭിതനായി ഈ ചെയ്ത ആൾക്കെതിരെ എന്തോ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ ചില ഇന്റർവ്യൂസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ താരങ്ങളുടേത് മാത്രമല്ല, ഈ ആരാധകർ അല്ലെങ്കിൽ ഈ ഷോ കാണാൻ വരുന്നവർക്ക് പറയാനൊരു കഥയാണിത്. അവർ പറയും ഞാൻ മമ്മൂക്കയെ തൊട്ടു, അല്ലെങ്കിൽ ടൊവിനോയെ നുള്ളി, നാദിഷയെ തേർ പറഞ്ഞു. ഇതൊക്കെ അവരുടെ വീമ്പ് പറച്ചിലിനുള്ള കഥകളാണ്. തിരികെ ചെന്ന് കൂട്ടുകാരുടെ മുന്നിൽ ഞെളിയാനുള്ള കഥകളാണ് ഇത്തരം കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് ഇത്തരം ആൾക്കാർ അതൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും തനിക്ക് ആ നിലയിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ആ നിലയിലെത്തിയ ആളെ ഒന്ന് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ അയാളെ ഒന്ന് തൊടുക, അല്ലെങ്കിൽ അയാളെ ഒന്ന് നുള്ളുക, അല്ലെങ്കിൽ അയാളെ തെറി വിളിക്കുക. അതിലൊക്കെ അവർ മാനസിക സുഖം കണ്ടെത്തുന്നു. ഇതല്ലാതെ വേറൊരു കൂട്ടരാണെങ്കിൽ ഇവർക്ക് ഈ ആൾക്കാരോട് അസൂയയുണ്ട്. അവർ ഈ നിലയിൽ എത്തിയതിലുള്ള അസൂയയുണ്ട്. അതിനെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ, താൻ അവരേക്കാൾ മുകളിലാണെന്ന് തൻ്റെ മനസ്സിനോടെങ്കിലും പറയാൻ, ആ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തെറി വിളിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ശ്രീനാഥ് ഭാസി ആരാധകനെ അല്ലെങ്കിൽ ഷോ കാണാൻ വന്നവരെ തെറി വിളിക്കുകയോ തിരിച്ചു പറയുകയോ ചെയ്യുന്ന ആദ്യത്തെ ആളല്ല. പക്ഷേ ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചുള്ള പ്രശ്നം, അയാൾ ഇങ്ങനെയാണ് എന്ന് ജനം വിധി എഴുതിയിട്ടുണ്ട്. അതിന് ജനത്തെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീനാഥ് ഭാസിയുടെ ബിഹേവിയർ പലപ്പോഴും അങ്ങനെയായിരുന്നു. വീണയുമായിട്ടുള്ളതും അതല്ലെങ്കിൽ RJ വിവേകുമായിട്ടുള്ളതും മാത്രമല്ല പ്രശ്നങ്ങൾ. അതിന് മുമ്പും അതിന് ശേഷവും പലരോടുമായിട്ട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പലരെയും ശ്രീനാഥ് ഭാസി പലരോടും റിയാക്ട് ചെയ്യുന്ന രീതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശ്രീനാഥ് ഭാസി മുന്നിൽ ആരാണ് എന്ന് നോക്കാതെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈദർ അലിയുമായിട്ടുള്ള ഈ സ്റ്റേജ് ഷോയിലെ ഇഷ്യൂ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവിധ ആശംസകളും കൂടെ ഉണ്ടാകും. ഈ എന്റെ രണ്ട് കൂട്ടുകാരാണ്. ഈ രണ്ടുപേരുടെയും കൂടെ ഈ സിനിമയ്ക്ക് കൂടെ ഉണ്ടാവും. അത് ശ്രീനാഥ് ഭാസിയുമായിട്ട് എല്ലാവരും ശ്രീനാഥ് ഭാസിയായിട്ട് ഞാൻ വലിയ പ്രശ്നത്തിലാണ് എന്ന്. പ്രശ്നമുള്ളതുകൊണ്ട് പ്രശ്നമുണ്ട്, പിന്നെ കുഴപ്പമില്ല, ചേട്ടൻ കൊടുത്ത് തിന്നു എനിക്ക് കുഴപ്പം. ഈ പറഞ്ഞതിൽ അങ്ങനെ തിന്നാനുള്ളവനല്ല ശ്രീനാഥ് ഭാസി. ഞാൻ ഇവിടെ ശ്രീനാഥ് ഭാസി തെറിയൊന്നും വിളിക്കുന്നില്ല, ഡീസൻ്റായിട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ അയാളുടെ ഉള്ളിലുള്ള ദേഷ്യം അയാളുടെ ബോഡി ലാംഗ്വേജിലും അയാളുടെ ഭാഷയിലും വ്യക്തമാകുന്നുണ്ട്. അയാൾക്ക് ഹൈദരലി ഇഷ്ടപ്പെടുന്നില്ല, അതല്ലെങ്കിൽ ഹൈദരലി അയാളുടെ സുഹൃത്തല്ല എന്ന് അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് അവിടെ തെറി വിളിക്കുന്നില്ല എന്നൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയെന്ന് അയാൾ തെറിയും വിളിച്ചതിന് കാരണം അത്രയ്ക്ക് ദേഷ്യം അയാളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം നടന്നൊരു പ്രോഗ്രാം, ഒരു മൂവിയുടെ ലോഞ്ചോ മറ്റാണ്, തേരി മേരി എന്നോ മറ്റോ പേരുള്ള ഒരു മൂവിയുടെ ലോഞ്ചിലോ മറ്റാണ് സംഭവിച്ചത്. മൂവി റിലീസ് ആവില്ലെന്നൊന്നും കേട്ടില്ല, അതിനെപ്പറ്റി ആ മൂവിയെ പറ്റി പിന്നീടൊന്നും കേട്ടില്ല. എന്തായാലും അതിൻ്റെ ലോഞ്ച് സമയത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയുടെ ഇതിനു മുമ്പുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ അയാൾ മൂവിയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ കുറേ പേർ നടന്നു. അതിന് കാരണം സിനിമ സെറ്റിൽ ലേറ്റായിട്ട് വരുന്നു, സിനിമ പ്രൊഡ്യൂസേഴ്സിനോട് സഹകരിക്കുന്നില്ല, സംവിധായകരോട് സഹകരിക്കുന്നില്ല, പ്രോപ്പറായിട്ട് സമയത്തിന് എത്തുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് അയാളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് അതൊക്കെ. ഓക്കെ, ഈ തെറിവിളിയും ബിഹേവിയറൽ ഇഷ്യൂ തന്നെയാണ്. ഒരു സൊസൈറ്റിയിൽ ഒരു സെലിബ്രിറ്റി എങ്ങനെ പെരുമാറണം എന്നുള്ളത് അറിയേണ്ട കാര്യമുണ്ട്. ഒരാൾ ഒരു നിലയിലേക്ക് ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ അയാൾ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. കാരണം അയാളെ അനുകരിക്കുന്ന അല്ലെങ്കിൽ അയാളെ പിന്തുടരുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ടാവും. എസ്പെഷ്യലി ശ്രീനാഥ് ഭാസിയുടെ ഒക്കെ കാര്യം എടുത്താൽ യുവാക്കൾ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാഥ് ഭാസി. അങ്ങനെയുള്ള ഒരാൾ ഒരു തെറ്റായ ഇമേജ്, തെറ്റായ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ അത് വളരെയധികം ബാധിക്കും നമ്മളുടെ ഭാവി തലമുറയെ തന്നെ. അപ്പോൾ ഇവിടെ ഈ ഐലൻഡിലെ ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള രണ്ട് ഇഷ്യൂവും, ഈ RJ വിവേകിൻ്റെയും വീണയുടെയും ഇഷ്യൂ എന്ന് പറയുന്നത് അവർ കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ചോദ്യങ്ങളുടെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇയാൾക്ക് വയ്യ എന്ന് പറഞ്ഞ് എണീറ്റ് പോകാം, അല്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കാം. അവിടെയാണ് തെറി വിളിച്ചത്, അത് ഇയാളുടെ തന്നെ കുറ്റമായിരുന്നു. പക്ഷെ ഐലൻഡിൽ നടന്ന സംഭവം എടുത്താൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ ശ്രീനാഥ് ഭാസി ഒരു പർട്ടിക്കുലർ വ്യക്തിയെയാണ് തെറി വിളിക്കുന്നത്. അയാൾ മിഡിൽ ഫിംഗർ കാണിച്ചു. നമ്മൾ മുമ്പ് കണ്ടതുപോലെ മമ്മൂക്കയെ ഡിസ്റ്റർബ് ചെയ്തു, അല്ലെങ്കിൽ മമ്മൂക്ക അധികം ഡിസ്റ്റർബ് ചെയ്തില്ല ആരാധകൻ, എങ്കിലും അതിനു മുമ്പ് പലരും ഡിസ്റ്റർബ് ചെയ്ത വീഡിയോസ് മുമ്പ് വന്നിട്ടുണ്ട്. ടൊവിനോയെ ഡിസ്റ്റർബ് ചെയ്തു, നാദിഷയോട് തെറി പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഇവിടെ അയർലൻഡിൽ ശ്രീനാഥ് ഭാസി സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ കാണിച്ചത്. അയാൾ മിഡിൽ ഫിംഗർ കാണിച്ചു. അതിന് മറുപടിയായിട്ടാണ് ശ്രീനാഥ് ഭാസി റിയാക്ട് ചെയ്തത്.
പൂർണ്ണമായും ശ്രീനാഥ് ബാസിയുടെ ഭാഗത്തല്ല തെറ്റെന്ന് വ്യക്തമാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ തന്നെ ലേറ്റർ ഓൺ കാണുകയാണെങ്കിൽ അതിനകത്ത് മുന്നിൽ നിൽക്കുന്ന ലേഡീസ്, പെൺകുട്ടികൾ കുറച്ച് പേരുണ്ട്, അവരൊക്കെ സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനെ പല പരിപാടികൾ. അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതിനുശേഷം ചിലരൊക്കെ തെറി വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ വന്നയാളുടെ കൂടെയുള്ള ആൾക്കാരാകാം, അതല്ലെങ്കിൽ ഈ ആളോട് റിയാക്ട് ചെയ്ത രീതി കണ്ട് ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരായിരിക്കും. വാട്ടവർ, ശ്രീനാഥ് ബാസി അവിടെ ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് ഞാൻ കരുതുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ അങ്ങനെ കാണിക്കുന്നില്ല. ഓഫ് കോഴ്സ് ശ്രീനാഥ് ബാസി മദ്യപിക്കുന്നുണ്ട്, ബിയറാണെന്ന് തോന്നുന്നു കുടിക്കുന്നത്. ബിയർ കുടിച്ചാൽ അത്രയൊന്നും ബോധം പോകത്തില്ല, എന്തായാലും കൺട്രോൾ ഉണ്ടാവും. സാധാരണ ഒരു മനുഷ്യന് ഒരു മദ്യം കഴിച്ച് ശീലമുള്ള ഒരാൾക്ക് ബിയർ ഉണ്ടെന്നൊന്നും ഫുൾ കൺട്രോൾ പോവുകയൊന്നുമില്ല. അപ്പോൾ ബിയർ കഴിക്കുന്നുണ്ട് അയാൾ സ്റ്റേജിൽ നിന്ന്, പക്ഷെ അതുകൊണ്ടല്ല അയാളെ തെറി വിളിച്ചാൽ. ഇവിടെ ഉണ്ടായത് അയാളുടെ ആക്ഷനുള്ളൊരു റിയാക്ഷൻ മാത്രമാണ് ശ്രീനാഥ് ബാസിയിൽ നിന്ന് ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അയാളൊരു മിഡിൽ ഫിംഗർ, ഒരു പ്രകോപനവും കൂടാതെ ഇയാൾ സ്റ്റേജിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ മിഡിൽ ഫിംഗർ കാണിച്ചു. അതിനുള്ള റിയാക്ഷൻ ശ്രീനാഥ് ബാസി കൊടുത്തു. അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അയാൾക്ക്. കാരണം ഇയാൾ ഒരു ലെവലിലുള്ള ഒരാളാണ്. അയാളെ മറ്റേയാൾ അനാവശ്യമായിട്ട് കാണിച്ചപ്പോൾ അതിന് 10 ഇരട്ടിയായിട്ട് കൊടുക്കാതെ ഇയാൾക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ പിന്നെയും തെറി വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ശ്രീനാഥ് ബാസിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ട്രോളുകൾ ഉണ്ടായിരിക്കുന്നതും അല്ലെങ്കിൽ ഇയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മാക്സിമം പേർ തിരിഞ്ഞിരിക്കുന്നതും ഇയാളുടെ മുൻപുള്ള പെരുമാറ്റങ്ങളുടെ റെഫറൻസ് വെച്ചിട്ടാണ്. അത് വഴി ഇയാളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ അനാവശ്യമായിട്ട് തെറി വിളിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ശ്രീനാഥ് ബാസിക്കെതിരെ കൂടുതൽ പേർ തിരിഞ്ഞത്. പലരും പറയുന്നുണ്ടായിരുന്നു കാശ് കൊടുത്ത് കടിക്കുന്ന പെട്ടിയെ വാങ്ങി കാശ് കൊടുത്ത് സ്റ്റേജ് ഷോ കാണാൻ പോയിട്ട് തെറി വിളി കേട്ടോണ്ടാണ് വന്നത്. ചിലർ ആ മുമ്പത്തെ കോഴിക്കോടത്തെ മോട്ടിവേഷൻ സ്പീക്കറുമായിട്ട് ഇയാളെ ശ്രീനാഥ് ബാസി കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആ കമ്പാരിസണും ശരിയല്ല. കാരണം അവിടെ തെണ്ടി എന്ന് വിളിച്ചിരുന്ന അവിടെ എല്ലാവരെയാണ്, അത് ഡീസൻ്റായിട്ട് വന്നിരുന്ന ബിസിനസ് മെന്നെയാണ് ഇയാൾ തെണ്ടിയെന്ന് അയാൾ അവിടെ എക്സാമ്പിൾ പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. എന്തായാലും അവിടെ മറ്റൊരു രീതിയിലായിരുന്നു, ഇവിടെ അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ അയാൾ റിയാക്ട് ചെയ്യുകയാണ് ചെയ്തത് ശ്രീനാഥ് ബാസി. അതുകൊണ്ട് പൂർണ്ണമായും തെറ്റ് ശ്രീനാഥ് ബാസിയുടെ ഭാഗത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.